ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ കർഹി ധൗലത്ത് എന്ന പ്രദേശത്ത് കാന്താല എന്ന ജില്ലയിൽ താമസിച്ചിരുന്നയാളാണ് 37 വയസ്സുള്ള മുഹമ്മദ് ഫറൂഖ്. അയാൾ തൻ്റെ ഭാര്യ തൈറയും 5 മക്കളുമൊപ്പം ആ പ്രദേശത്തിലെ ഷാമിലി എന്ന ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഷാമിലി എന്നത് വളരെ ചെറിയ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഫറൂഖ് 5ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവൻ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തും വിവാഹ വീടുകളിലും മറ്റ് ഈവന്റ് മാനേജ്മെന്റ് ജോലികളും ചെയ്താണ് തൻ്റെ കുടുംബത്തെ പോറ്റി വന്നത്. 2025 ഡിസംബർ മാസം 15-ന് വൈകുന്നേരം ഷാമിലി ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് 2-3 പേരെ കൂട്ടിക്കൊണ്ട് ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: സർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന ഫറൂഖ് എന്നയാളുടെ അച്ഛനും അമ്മയും ഇവിടെ ഒരു പരാതി നൽകാൻ വന്നിട്ടുണ്ട് സർ. ഫറൂഖിന്റെ മാതാപിതാക്കൾ വളരെ വിഷമിച്ച മുഖഭാവത്തോടെ ഇരിക്കുന്നത് കണ്ട പോലീസ് അവരെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്: സർ, ഞങ്ങളുടെ മകൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ ഭാര്യയും കുട്ടികളും കഴിഞ്ഞ 7-8 ദിവസമായി കാണാതായിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ തൈറയും 2 കുട്ടികളെയും കാണാനില്ല. ബാക്കി 3 കുട്ടികൾ ഇവിടെ തന്നെയുണ്ട്. അവനോട് അമ്മയും കുട്ടികളും എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ സ്വന്തം വീട്ടിലേക്കാണ് പോയതെന്ന് അവൻ പറഞ്ഞു. പക്ഷേ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അമ്മ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മയും ചേച്ചിയും ചേട്ടനും രാത്രി തന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി എന്ന്. ഇങ്ങനെയായിരുന്നു കുട്ടികളുടെ മറുപടി. തുടർന്ന് ഫറൂഖിൻ്റെ അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ 4-5 ദിവസമായി ഞാൻ മകൻ്റെ വീട്ടിലേക്ക് പോയി വന്നു. മരുമകളും കൊച്ചുമക്കളും തിരികെ വന്നോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ വന്നിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചത്. അവിടെ തൈറയും കുട്ടികളും എത്തിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പേടിയുണ്ട് സർ. ദയവ് ചെയ്ത് നിങ്ങൾ ഉടൻ തന്നെ അന്വേഷിക്കണം. ഞങ്ങളുടെ മരുമകൾക്കും കൊച്ചുമക്കൾക്കും എന്ത് സംഭവിച്ചു എന്നറിയില്ല. പോലീസ് അന്വേഷണത്തിനായി വീട്ടിലേക്ക് വന്നു. ആ സമയം ഫറൂഖ് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഫറൂഖിന്റെ മകൻ അസ്മീൻ എന്ന ഒരു കുട്ടി, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. അവനും അവൻ്റെ ഒരു സഹോദരിയും ഒരു ഇളയ സഹോദരനും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം അച്ഛൻ വന്നാൽ പറയൂ എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോകുന്നു. അതേസമയം ഗ്രാമവാസികളും ഫറൂഖ് തിരികെ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഏകദേശം 7 മണിയോടെ ഫറൂഖ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ ഫറൂഖ് നേരിട്ട് പറഞ്ഞു, സർ, എൻ്റെ ഭാര്യ തൈറ എൻ്റെ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. ശരി, എന്തായാലും സ്റ്റേഷനിലേക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ശാന്തമായി സംസാരിച്ച് പോലീസ് ഫറൂഖിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിൽ വെച്ച് പോലീസ് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? നിന്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് തന്നെയാണോ പോയത്? ഇപ്പോൾ ഫറൂഖ് വീണ്ടും അതേ കഥ തന്നെയാണ് പറഞ്ഞത്. സർ, ആ ദിവസം രാത്രി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇടയിൽ ഒരു ചെറിയ വഴക്കുണ്ടായി സർ. ആ വഴക്കിൽ ദേഷ്യപ്പെട്ട് അവൾ എൻ്റെ 2 പെൺകുട്ടികളെ 14 വയസ്സുള്ള അപ്രിനെയും 7 വയസ്സുള്ള ഷബ്രിനെയും കൂട്ടിക്കൊണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാണെന്ന് അവൻ പറഞ്ഞു. ഇത് പതിവായി നടക്കുന്ന കാര്യമല്ലേ സാർ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വലിയ കാര്യമാക്കാൻ താല്പര്യമില്ലാതിരുന്നത് എന്നും അവൻ മറുപടി നൽകി. ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ മാതാപിതാക്കളോടും ഗ്രാമവാസികളോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഇങ്ങനെയാണ്: അതെ സാർ, ഫറൂഖിനും അവൻ്റെ ഭാര്യയ്ക്കും പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടെ ദേഷ്യപ്പെട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകാറുമുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 7-8 ദിവസമായി അവൾ അവിടെ തന്നെ ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ ശാന്തമായിരുന്നത്. പക്ഷേ അവൾ ഇപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന വിവരം കിട്ടിയതോടെ ഞങ്ങൾക്ക് പേടിയാകുന്നു സാർ. ഇതോടെ ഫറൂഖിന് ഇനിയും ഇങ്ങനെ വളരെ സിമ്പിളായി ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പോലീസിന് മനസ്സിലായി. അവനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. പക്ഷേ പോലീസ് എത്ര ചോദ്യം ചെയ്തിട്ടും ഫറൂഖ് തൻ്റെ നിലപാടിൽ നിന്നും ഇളകാൻ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അസഹനീയമായ പോലീസ് അവനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ഇൻസ്പെക്ഷനായി പോകുന്നു. വീടിനുള്ളിൽ പരിശോധിച്ചപ്പോൾ വഴക്ക് നടന്നതിൻ്റെ അടയാളങ്ങളോ വസ്തുക്കൾ ചിതറിക്കിടക്കുന്നതായോ പൊട്ടിയ സാധനങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അതേസമയം അവൻ്റെ വീടിന് പിൻവശത്ത് ഒരു സ്ഥലത്ത് മണ്ണ് കൂട്ടി എന്തോ മറച്ചു വെച്ചിരിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു. ഇതെന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ, സാർ, സെപ്റ്റിക് ടാങ്ക് പണിയാൻ കുഴിച്ചതാണ്, ഇപ്പോൾ മൂടിയിരിക്കുകയാണ് എന്നും അവൻ മറുപടി നൽകി. അതിനുമപ്പുറം പോലീസ് അതിൽ വലിയ സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല. എങ്കിലും ഫറൂഖിനെ ശക്തമായി ചോദ്യം ചെയ്യണം എന്ന ചിന്ത പോലീസിന്റെ മനസ്സിൽ നിലനിന്നിരുന്നു. ഇതിനിടെ തൈറയുടെ മാതാപിതാക്കൾക്ക് വിവരം അറിയിച്ചു. അവർ അടുത്ത ദിവസം തന്നെ അവിടേക്ക് എത്തുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സർ, ഏകദേശം 1 മാസം മുൻപ് ഇവർക്കിടെ ഒരു വലിയ വഴക്കുണ്ടായി.
അപ്പോൾ ദേഷ്യപ്പെട്ട് അവൾ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അവൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഏകദേശം ഒരു 15 ദിവസം മുൻപ് ഇയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ചില ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ കൂടെ തിരികെ പോകില്ല എന്നാണ് മകൾ പറഞ്ഞത്. അവൻ തൈറയോട് പല വിധത്തിൽ സംസാരിച്ചു. കുറച്ച് ദിവസം അവളോടൊപ്പം താമസിച്ച് അവളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെയാണ് ഒരു 8-10 ദിവസം മുൻപ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവൻ ഇവിടെ നിന്നും പോയത്. പക്ഷെ അവൻ പോയ ശേഷം ഇതുവരെയും എൻ്റെ മകളോ കൊച്ചുമക്കളോ ഇവിടെ വന്നിട്ടില്ല എന്നും അവർ പറഞ്ഞു. ഇതോടെ പോലീസ് വീണ്ടും ഫറൂഖിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അവൻ എത്തിയ ഉടൻ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എന്നാൽ ഇത്തവണയും അവൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ക്ഷുഭിതനായ സബ് ഇൻസ്പെക്ടർ അവനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ ശൈലിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവനെ പിടിച്ച് ലാത്തി പ്രയോഗം തുടങ്ങി. അതിനുശേഷം കടുത്ത മർദ്ദനപരമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലീസിൻ്റെ ഈ അതികഠിനമായ ചോദ്യം ചെയ്യലിൻ്റെ സമ്മർദ്ദം താങ്ങാനാകാതെ ഫറൂഖ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, എൻ്റേതാണ് തെറ്റ്. എൻ്റെ ഭാര്യയും 2 കുട്ടികളെയും ഞാൻ തന്നെയാണ് കൊന്നത് സാർ. അവരെയെല്ലാം എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് തന്നെയാണ് ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നത് സാർ. ഇത് കേട്ടതോടെ പോലീസ് ഞെട്ടിത്തരിച്ചു. അവനെ വീണ്ടും ബന്ധിച്ചു. എല്ലാം വിശദമായി പറയടാ എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അതിനുശേഷം സംഭവിച്ചതെല്ലാം പോലീസിനോട് അവൻ തുറന്നു പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ മാത്രമല്ല, ഇന്നീ മുഴുവൻ ഇന്ത്യയും ഞെട്ടിപ്പോയിരിക്കുകയാണ്. അവൻ തൻ്റെ ഭാര്യയും മക്കളെയും എങ്ങനെയാണ് കൊന്നത്? അതിനായി അവൻ പറഞ്ഞ കാരണം എന്താണ്? അതറിയാനായി നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പോലീസിനോട് ഫറൂഖ് പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ, വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരിക്കലും പൊരുത്തമായിരുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ വഴക്കുകൾ ഉണ്ടാകുന്നത്. അതൊരു സാധാരണ കാര്യം തന്നെയാണ്. ഇതിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എൻ്റെ ഭാര്യ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ നിരസിച്ചുകൊണ്ടേയിരുന്നു. അതാണ് എന്നെ ഭയങ്കരമായി ചൊടിപ്പിച്ചത്. അതെന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, വേറൊന്നുമല്ല സാർ, ഞങ്ങളുടെ മതാചാരപ്രകാരം ബൂർത്ത ധരിക്കണം എന്ന് ഞാൻ പല തവണ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ നിരസിച്ചു. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ പൂർണ്ണമായും ബൂർത്ത ധരിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവൾ ധരിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ ബൂർത്ത ധരിക്കുന്നത് പോലും അവൾ തടഞ്ഞിരുന്നു. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് അവൾ പറയുന്നത്. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഏകദേശം 1 വർഷമായി ഞങ്ങൾക്കിടെ പലപ്പോഴും വലിയ വഴക്കുകൾ ഉണ്ടായി. അവസാനം ഒരു 1 മാസം 1.5 മാസം മുൻപൊക്കെ അവൾ പുറത്തേക്ക് പോകുമ്പോഴും ബുർത്ത ധരിക്കാറില്ല. അതില്ലാതെയായിരുന്നു പുറത്തേക്ക് പോയത്. ഓരോ തവണയും ഞാൻ അവളെ വിളിച്ച് ശാസിച്ചു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കിടെ വീണ്ടും വലിയ വഴക്കുകൾ ഉണ്ടായത് സാർ. ഒരു ഘട്ടത്തിൽ അവൾ വഴക്കുണ്ടാക്കി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോയി. പോകുമ്പോൾ 5 മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി. ഞാനാണെങ്കിൽ സഹിച്ച് കാത്തിരുന്നു അവൾ തിരിച്ചു വരുമെന്ന് കരുതി. പക്ഷെ അവൾ വന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും പോയി അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അങ്ങനെയാണ് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോയത്. അവിടെ എത്തിയപ്പോൾ അവൾ വരില്ല എന്ന് വാശി പിടിച്ചു. ഞാൻ അവിടെ താമസിച്ച് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ താമസിക്കുമ്പോൾ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവൾ ബൂർത്ത ധരിക്കാതെ തന്നെയായിരുന്നു പോയിരുന്നത്. ഞാൻ പറഞ്ഞു, അവൾ കേൾക്കുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും പോലും അവളെ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ അംഗീകരിക്കാനാകുന്ന കാര്യമാണോ സാർ? ഇങ്ങനെ അവൻ പോലീസിനോട് തന്നെ ചോദ്യം ചോദിച്ചു. തുടർന്നവൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് വലിയ ടെൻഷനായി മാറി. അവൾ ഇനി ഒരിക്കലും മാറില്ല എന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം സ്ത്രീകൾ പൂർണ്ണമായും ശരീരം മറച്ചിരിക്കണം എന്ന് എത്ര പറഞ്ഞിട്ടും അവൾ ബൂർത്ത ധരിക്കില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു. അതിനാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ വീട്ടിലേക്ക് മടങ്ങുമ്പോഴേ ഒരു തീരുമാനത്തോടെയായിരുന്നു ഞാൻ വന്നത്. ഇനി ഇവളെ ഇങ്ങനെ വിട്ടുവെച്ചുകൂടാ. ഇനി ഇങ്ങനെ തുടർന്നാൽ ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളെയും ഇവൾ വഴിതെറ്റിക്കും. ഇങ്ങനെ ഒരു ഭയങ്കരമായ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അതിനാൽ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ തീർത്ത് കളയാം എന്നൊരു പദ്ധതി തയ്യാറാക്കി. ആദ്യം എങ്ങനെ കൊല്ലണം എന്ന് ചിന്തിച്ചപ്പോൾ തോക്കുകൊണ്ട് വെടിവെച്ചാൽ ഏറ്റവും നല്ല മാർഗമായിരിക്കും അതെന്ന് എനിക്ക് തോന്നി.
അതുകൊണ്ട് സമീപ ഗ്രാമത്തിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ സഹായത്തോടെ ഞാൻ ഒരു അനധികൃത തോക്കും പിസ്റ്റൾ വാങ്ങി. അതോടൊപ്പം വെടിയുണ്ടകളും വാങ്ങി. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. എനിക്ക് തോക്ക് ഉപയോഗിച്ച് പരിചയം ഇല്ലാതിരുന്നതിനാൽ പ്രാക്ടീസ് ചെയ്യണം എന്നും തോന്നി. അങ്ങനെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരിടത്തേക്ക് പോയി വെടിവെച്ച് പരിശീലനം നടത്തി. പിന്നീട് തോക്ക് വീണ്ടും വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. അടുത്ത ഘട്ടമായി വീടിൻ്റെ പിൻവശത്ത് ഞാൻ ഒരു കുഴിയെടുക്കാൻ തുടങ്ങി. ഭാര്യയെ കൊന്ന ശേഷം ആ കുഴിയിൽ മൂടുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ കുഴിയെടുക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ആളുകളോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ഒരു സെപ്റ്റിക് ടാങ്ക് പണിയുകയാണ്, അതുകൊണ്ട് കുഴിയെടുക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഗ്രാമവാസികളും ടോയ്ലറ്റ് പണിയുകയായിരിക്കും, അത് സെപ്റ്റിക് ടാങ്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ കരുതി വിശ്വസിച്ചു. ഏകദേശം 10-12 അടി ആഴത്തിൽ ഒരു വലിയ കുഴി ഞാൻ എടുത്തിരുന്നു. വാങ്ങിയ തോക്കും വീട്ടിൽ ഒളിപ്പിച്ച ശേഷം ഞാൻ വീണ്ടും നേരെ എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. ഇത്തവണ അവളോട് ശാന്തമായി സംസാരിച്ച് സമാധാനിപ്പിച്ചു. ശരി, നമുക്ക് തമ്മിലെല്ലാം സംസാരിച്ചു തീർക്കാം എന്ന് പറഞ്ഞ് ഭാര്യയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലെത്തി അന്നത്തെ രാത്രി തന്നെ അവളെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ പദ്ധതി. അങ്ങനെ വീട്ടിലെല്ലാവരും ഉറങ്ങിയ ശേഷം രാത്രി ഏകദേശം 1 മണിയോടെ എൻ്റെ ഭാര്യയെ ഞാനൊന്ന് ഉണർത്തി. ഇവിടെ വാ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വീടിൻ്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി. അവൾ എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവളെ നിർത്തി എൻ്റെ തോക്കെടുത്ത് നേരെ നെറ്റിയിലേക്കാണ് വെടിവെച്ചത്. ഒറ്റ വെടി മാത്രം. അവൾ അവിടെ തന്നെ വീണു. അവളെ വലിച്ചിഴച്ച് കുഴിയിലിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീടിനുള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. അത് എൻ്റെ മൂത്ത മകളായ 14 വയസ്സുള്ള അഫ്രീൻ്റെ ശബ്ദമായിരുന്നു. അമ്മ, അച്ഛ, എവിടെയാണ് നിങ്ങൾ? എന്തോ ഒരു വലിയ ശബ്ദം കേട്ടല്ലോ, എന്താണത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ പിൻവാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നതറിഞ്ഞ ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ തളർന്നു. അവൾ കണ്ടാൽ ഞാൻ അവളുടെ അമ്മയെ കൊന്നത് പുറം ലോകം അറിയും, പിന്നെ പോലീസിൽ പിടിക്കപ്പെടും. ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് അവൾ പുറത്തേക്ക് വന്ന ഉടനെ വാതിലിൻ്റെ വശത്തേക്ക് നിന്നിരുന്ന ഞാൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവളെ വെടിവെച്ചു സാർ. ഒറ്റ വെടി. അവളും അവിടെ തന്നെ വീണു. എന്നാൽ എൻ്റെ ദുർഭാഗ്യം അവിടെയും തീർന്നില്ല. തോക്കിൻ്റെ ശബ്ദം കേട്ട് അടുത്തതായി 7 വയസ്സുള്ള ഷബ്രിൻ ഉണർന്നു. അമ്മേ അമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് ഉറക്കം പൂർണ്ണമായി മാറാതെ അവൻ പുറത്തേക്ക് ഓടി വന്നു. പിൻവാതിലിന് സമീപത്ത് എത്തിയതോടെ കൈനീട്ടി പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. നിലത്തേക്ക് തള്ളിയിട്ട് കഴുത്ത് ഞെരിച്ചു തന്നെ അവനെ കൊന്നു. വീണ്ടും തോക്ക് ഉപയോഗിച്ചാൽ അയൽവാസികൾക്ക് ശബ്ദം കേൾക്കുമെന്ന ഭയം കൊണ്ടാണ് കഴുത്ത് ഞെരിച്ചു കൊന്നത്. അതിനുശേഷം 3 പേരുടെയും മൃതദേഹങ്ങൾ ഞാൻ നേരത്തെ സെപ്റ്റിക് ടാങ്കിനായി കുഴിച്ചിട്ട കുഴിയിലേക്കിട്ട് മൂടി. എൻ്റെ മറ്റു 3 കുട്ടികളും വീടിനുള്ളിൽ ഗാഢനിദ്രയിലായിരുന്നു. ദൈവകൃപയാൽ അവർ ഉണർന്നില്ല. അടുത്ത ദിവസം രാവിലെ അവർ ഉണർന്ന് അമ്മ എവിടെ, ചേച്ചി എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയും ചേച്ചിയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയതാണ്, 2 ദിവസത്തിനകം തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളും അത് വിശ്വസിച്ചു. എൻ്റെ വീട് ഗ്രാമത്തിൽ നിന്നും കുറച്ച് അകലെയായതിനാൽ തോക്കിൻ്റെ ശബ്ദം അയൽവാസികൾക്ക് കേൾക്കുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഗ്രാമവാസികളോട് എൻ്റെ ഭാര്യ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചത്. പക്ഷേ ഇതിലും ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്താണെന്ന് അറിയണ്ടേ? 4-5 ദിവസത്തിനകം എൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു. കുട്ടികളോട് സംസാരിക്കുന്നതിനിടെ നിങ്ങളുടെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഇടെ വഴക്കുണ്ടായി. അമ്മ ചേച്ചിമാരെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി എന്നും കുട്ടികൾ പറഞ്ഞു. അത് കേട്ട് അമ്മ വിശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മ വീണ്ടും വന്നപ്പോൾ ഇതേ മറുപടി കേട്ടതോടെ അവർക്ക് സംശയം തോന്നി. എവിടെയാണ് നിന്റെ ഭാര്യ എന്ന് എന്നോട് ചോദിച്ചു. ഞാനും അതേ കഥ തന്നെ പറഞ്ഞു. അപ്പോഴും അമ്മ വിശ്വസിച്ചു. പക്ഷെ ഇതെൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് ചെറിയൊരു സംശയം തോന്നി. അടുത്ത ദിവസം രാവിലെ തന്നെ അദ്ദേഹം വീട്ടിലേക്ക് വന്നു. അനവധി ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ അതേ കഥ തന്നെ ആവർത്തിച്ചു. ശരിയെന്ന് പറഞ്ഞ അച്ഛൻ പോയി. എന്നാൽ തുടർച്ചയായി 2-3 ദിവസം അവർ ദിവസവും വന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ് അവരും എന്നോട് വന്ന് ചോദ്യം ചെയ്തു. ഞാൻ അവരോടും അതേ മറുപടി തന്നെ പറഞ്ഞു. പക്ഷേ അവരെന്നെ വിശ്വസിച്ചില്ല. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി നൽകി. അപ്പോഴാണ് എൻ്റെ രഹസ്യം പുറത്തായി എന്ന് എനിക്ക് മനസ്സിലായത്. ഇവൻ പറഞ്ഞത് കേട്ട്, അതും സ്വന്തം ഭാര്യയെയും പെൺകുട്ടികളെയും കൊന്ന കാരണം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും നിശ്ചലരായിപ്പോയി. എൻ്റെ ശരീരം, എൻ്റെ അവകാശം എന്ന് ലോകം സംസാരിക്കുന്ന ഈ കാലത്ത് ഒരു സ്ത്രീ പുരുഷനോട് തുല്യമാണ് എന്ന് ഇന്ത്യ മുഴുവനും അഭിമാനിക്കുന്ന സമയത്ത് ഇത്രയും ക്രൂരവും പിന്തിരിഞ്ഞ മനോഭാവമുള്ള മനുഷ്യരും ഇന്ന് ഉണ്ടോ എന്ന് പോലീസ് പോലും ഞെട്ടിപ്പോയി.
ഭാര്യ ഭൂർത്ത ധരിക്കാതെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത് സ്വീകരിക്കാൻ കഴിയാത്തത്ര മതഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയാണ് ഫറൂഖ് എന്ന് പോലീസിന് മനസ്സിലായി. അതുമാത്രമല്ല, തൈറ തൻ്റെ പെൺമക്കൾക്കും ഭൂർത്ത ആവശ്യമില്ല എന്ന് പറഞ്ഞത് അവന് സഹിക്കാൻ പോലും കഴിഞ്ഞില്ല. മതഭ്രാന്തിൽ മതിച്ച ഫറൂഖ് ഭാര്യ ബുർത്ത ധരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ സ്വന്തം ഭാര്യയും 2 മക്കളെയും കൊലപ്പെടുത്തിയെന്ന വാർത്ത ഇന്ന് ഇന്ത്യ മുഴുവനും കാട്ടുതീ പോലെ പടർന്നിരിക്കുകയാണ്. ഇതേ വിശ്വാസത്തിൽപ്പെട്ട നിരവധി ആളുകൾ പോലും ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചു. ഇത്തരം ചിന്താഗതികൾ ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കില്ല എന്ന് അവർ തന്നെ പറയുന്നു. ഇതിനിടെ പോലീസ് ഫറൂഖിനെയും കൂട്ടിക്കൊണ്ട് എവിടെയാണ് കുഴിച്ചു മൂടിയത് കാണിച്ചതാ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീടിൻ്റെ പിൻവശത്ത് അവൻ കാണിച്ച സ്ഥലത്ത് പോലീസ് കുഴിച്ചു നോക്കി. ആ സമയം ഏകദേശം ഒരു 10 അടിയിൽ തന്നെ ഭാര്യ തൈറയുടെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹം തിരികെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. അതേസമയം വീട്ടിൽ മുഴുവനും തിരച്ചിൽ നടത്തിയപ്പോൾ ഒരു പിസ്റ്റളും ഉപയോഗിക്കാത്ത വെടിയുണ്ടകളും പോലീസ് പിടിച്ചെടുത്തു. ഫറൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. കേസിന് അവസാനം അവൻ എന്ത് ശിക്ഷയാണ് കോടതി നൽകിയതെന്നുള്ളത് തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കും. ഈ ഒരു കേസിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, അന്ധവിശ്വാസവും മതഭ്രാന്തും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശത്തെയും നിഷേധിക്കുന്ന മനോഭാവവും ഒരു മനുഷ്യനെ എത്ര ക്രൂരമാറ്റത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതിൻ്റെ ഭീകരമായ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഭാര്യയും കുട്ടികളെയും സ്വന്തം അടിമയായി കാണുന്ന ഒരു ചിന്ത, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ശരിയെന്ന അധികാരബോധം, മതത്തെ മാനവികതയ്ക്ക് മേൽ വയ്ക്കുന്ന ഒരു സമീപനം, ഇവയെല്ലാം ചേർന്നാൽ കുടുംബം നശിക്കും, സമൂഹം രോഗബാധിതമാകും. പറഞ്ഞു വന്നാൽ മനുഷ്യ ജീവൻ എന്നത് ഏത് വിശ്വാസത്തെക്കാളും ആചാരത്തെക്കാളും വലുതാണ്. വസ്ത്രം, വിശ്വാസം, ജീവിത രീതി ഇവയെല്ലാം ഒരു വ്യക്തിയുടെ അവകാശമാണ്. അതൊക്കെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാൻ ഒരാൾക്കും അവകാശമില്ല. സ്ത്രീകൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സമൂഹം അതൊരിക്കലും ആരോഗ്യകരമായിരിക്കില്ല. സംവാദം, സഹിഷ്ണുത, നിയമബോധം, മാനവികത ഇവയെല്ലാമാണ് ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും സംരക്ഷിക്കുന്നത്. ഒറ്റവാക്കിൽ പറയണമെങ്കിൽ വെറുപ്പല്ല, ബോധമാണ് സുരക്ഷ. അധികാരമല്ല, സമത്വമാണ് മനുഷ്യത്വം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ആയിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.